ലൂസി, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 ഇടയ കുട്ടികൾക്ക് ഫാത്തിമയിലെ കൊവാദ ഇറിയയിൽ വെച്ച് 1917 മെയ് 13 ആരംഭിച്ച മരിയൻ പൊതുപ്രതീക്ഷീകരണങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു 1917 ഒക്ടോബർ 13 സംഭവിച്ചത്. തന്റെ പ്രതീക്ഷീകരണങ്ങളുടെ വിശ്വസനീയതയ്ക്കായി ഒക്ടോബറിൽ താൻ ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശം മുന്നമേ ലഭിച്ചിരുന്നതിനാലും പത്രങ്ങളും മാധ്യമങ്ങളും ആ സന്ദേശത്തിന് വലിയ പ്രാധാന്യവും പ്രസിദ്ധിയും നൽകിയിരുന്നതിനാലും ഒക്ടോബർ 13 മുൻപുള്ള 2 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ എല്ലാ റോഡുകളും ഫാത്തിമയിലേക്ക് നീണ്ടു. ശക്തമായ കാറ്റും മഴയും മൂലം കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിലും ചെളിപുരണ്ട നിരത്തുകളിൽ കൂടി 70,000-ഓളം ജനങ്ങൾ സംഭവസ്ഥലത്ത് തടിച്ചുകൂടി. പതിവ് പോലെ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ ഓക്കുമരത്തിന് മുകളിലായി പരിശുദ്ധ മറിയം കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷയാവുകയായിരുന്നു. താൻ ജപമാല രാജ്ഞിയാണെന്ന് വെളിപ്പെടുത്തിയ ദിവ്യജനനി അവിടെ ഒരു ചാപ്പൽ പണിയണമെന്നും അനുദിന ജപമാലയിൽ മുടക്കം വരുത്തരുതെന്നും കുട്ടികളോട് ആവശ്യപ്പെട്ടു. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് പ്രവചിച്ച ശേഷം പരിശുദ്ധ മറിയം തന്റെ കൈകൾ വിടർത്തുകയും സൂര്യന് നേരെ നീട്ടുകയും ചെയ്തു. പെട്ടെന്ന് മഴ ശമിക്കുകയും സൂര്യനിൽ അത്ഭുതകരമായ ചലനങ്ങൾ കാണപ്പെടുകയും ചെയ്തു. വിവിധ നിറങ്ങളിൽ മാറി മാറി കാണപ്പെട്ട സൂര്യൻ ഭ്രമണപഥത്തിൽ നൃത്തം ചെയ്യുന്നതായി അവിടെ തടിച്ചുകൂടിയിരുന്ന സർവരും ദർശിച്ചു. വിചിത്രമായ ഈ കാഴ്ചയ്ക്കൊടുവിൽ സൂര്യൻ അതിവേഗം താഴേക്ക് വരുന്നതായും ഉഗ്രതാപത്താൽ ലോകാവസാനം സംഭവിക്കുകയാണെന്ന് പലരും ഭയപ്പെടുകയും ചെയ്തു. പ്രത്യക്ഷീകരണങ്ങളിൽ സംശയം പുലർത്തിയിരുന്നവരും അവിശ്വസിച്ചിരുന്നവരും നിന്ദിച്ചവരും മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യന്റെ താഴോട്ടുള്ള ഗതി നിലയ്ക്കുകയും അത് മുകളിലേക്കുയർന്ന് അതിന്റെ പഴയ സ്ഥാനത്ത് സ്വയം ഉറപ്പിക്കുകയും ചെയ്തു. ആശ്ചര്യത്തിന്റെയും അവിശ്വസനീയതയുടെയും അഭൗമിക സംഭവം മാധ്യമങ്ങളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ഫാത്തിമ സംഭവങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം നൽകപ്പെടുകയും ചെയ്തു. കാലവും ചരിത്രവും കയ്യൊപ്പു ചാർത്തിയ ഫാത്തിമ സന്ദേശങ്ങൾ സഭ അംഗീകരിക്കുകയും മാറി മാറി വന്ന മാർപ്പാപ്പമാർ അവയുടെ പ്രസക്തി ഊന്നിപ്പറയുകയും ചെയ്യുകയും ഫാത്തിമ ദർശകർ അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.